പെട്ടെന്നാണ് അദ്ദേഹം ഒരു രഹസ്യം കണ്ടുപിടിച്ചത്. ടോർച്ചിൻ്റെ അതിശക്തമായ വെളിച്ചം കണ്ണുകളിൽ പതിച്ചിട്ടും അവൾ ഒരിക്കലെങ്കിലും ഇമ പൂട്ടിയിരുന്നില്ല. ഒരു വെൺകൽ പ്രതിമയുടെ നേത്രങ്ങൾ പോലെ തുറന്നിരുന്നു. നിങ്ങൾ ഓർക്കുക, എനിക്ക് എന്തു പറ്റിയെന്നാവും. ജോൺ ആലിങ്കൽ രചിച്ച മരിച്ചിട്ടും മരിക്കാത്തവൾ എന്ന നോവലിലെ ഒരു വാക്യമാണ് ഞാനിവിടെ ഉദ്ധരിച്ചത്. ആമീസ് വേൾഡ് 2025 വീണ്ടും ഏവർക്കും സ്വാഗതം. എൻ്റെ വ്യൂവേഴ്സ് പറയുന്നു ഇടയ്ക്കൊക്കെ നിയമം വിട്ട് എന്തെങ്കിലും കൂടി പറയണമെന്ന്. അതുകൊണ്ട് ഇന്ന് ഒരു ഹൊറർ നോവൽ പരിചയപ്പെടുത്താം എന്ന് കരുതുന്നു. ജോൺ ആലിങ്കലിൻ്റെ മരിച്ചിട്ടും മരിക്കാത്തവൾ എന്ന ബുക്ക് ഇന്ന് പരിചയപ്പെടുത്താം. മരിച്ചിട്ടും മരിക്കാത്തവൾ വായിക്കാൻ മലയാള മനോരമ വാരിക വരുന്നതിന് വ്യാഴാഴ്ച തോറും സ്കൂൾ കാലത്ത് കാത്തിരുന്നിട്ടുണ്ട്. വായനക്കാരുടെ മനസ്സിൽ ഭീതി നിറച്ച ഗ്ലോറി എന്ന രക്ഷസും അവരെ പിടികൂടി നശിപ്പിക്കാൻ പോകുന്ന ഡോക്ടറും സേവ്യറും ഫാദർ വില്യമും മലയാളിയുടെ പ്രിയ കഥാപാത്രങ്ങളായിരുന്നു. മരിച്ചിട്ടും മരിക്കാത്തവൾ സിനിമയാക്കാൻ നടന്ന രണ്ടുപേരെ എനിക്കറിയാം. അത്രയ്ക്ക് ആകർഷണീയമായിരുന്നു ആ നോവൽ. മലയാളിയെ ഒരുപക്ഷെ ഏറ്റവും അധികം ഭയപ്പെടുത്തിയ പ്രേത നോവൽ ഒരുപക്ഷെ ഇതായിരിക്കും. മുട്ടത്തു വർക്കിയുടെയും കാനത്തിൻ്റെയും പിന്തുടർച്ചക്കാരനായിരുന്നു ആലിങ്കൽ മാഷ്. മനോരമയിലും മംഗളത്തിലും മനോരാജ്യത്തിലുമെല്ലാം ജോൺ ആലിങ്കലിൻ്റെ തുടർ നോവലുകൾ പ്രസിദ്ധീകരിച്ചിരുന്നതും അടുത്ത അധ്യായങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നതും ഇന്നും ഓർമ്മയുണ്ട്. മുത്തോട് മുത്തും നിഴൽ മൂടിയ നിറങ്ങളും ഊതിക്കാച്ചിയ പൊന്നും നിറഞ്ഞ സദസ്സുകളിലിരുന്ന് കണ്ട സിനിമകളാണ്. വിമർശനങ്ങൾ എന്തൊക്കെയായാലും സാധാരണക്കാരായ മലയാളികളെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചു കയറ്റിയവരിൽ ചെറുതല്ലാത്ത സ്ഥാനമാണ് ജോൺ ആലിങ്കലിൻ്റേത്. ഈ പുസ്തകം CICC ബുക്ക് ഹൗസ് ആണ് പുറത്തിറക്കിയിരിക്കുന്നത്. ആമീസ് വേൾഡ് 2025 തുടർന്നും കാണുക. പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.